ഞാനിപ്പോ നോക്കുമ്പോഴേ ജീറ്റിനെ തോൽപ്പിച്ചാനൊന്നും പന്തിന്റെ ടീമിനെ കൊണ്ട് കെജൂലോ. എന്താ അറിയോ, ഞാൻ പറയാനുള്ള കാരണം കേക്ക്, ഒന്നാമത് നിൽക്കണ ആറാറിനാണ് ഞങ്ങൾ ഏറ്റവും അവസാനം തോൽപ്പിച്ചത്. ഞങ്ങളെ കഴിഞ്ഞ കളികൾ കണ്ടീനു, സൂപ്പർ ആയിട്ട് ജയിച്ചില്ലേ. അതിന് മുമ്പത്തെ കളിക്ക് തോൽക്കില്ലേ? അതൊന്നും നോക്കണ്ട. കഴിഞ്ഞ കളിയിൽ ഇപ്പൊ ഞങ്ങളെല്ലാരും ഫോമിലേക്ക് എത്തി ഏകദേശം. ഇപ്പൊ ഡേവിഡ് വാർണർ അവിടെ ഉണ്ട്. ഡേവിഡ് വാർണർ ഒന്ന് ക്ലിക്ക് ആവാണ്ട്, ഒന്ന് റെഡി ആവാണ്ട് പ്രത്യേകിച്ച് ഫോമിലാണ്. പിന്നെ പന്തിനെ കുറെ ആൾക്കാർക്ക് പുച്ഛാണ്, എന്താ അടിയൊക്കെ ഇപ്പൊ. പിന്നെ ഞങ്ങളെ പുതിയ ചെറുക്കൻ മക്കൂർക്ക് എന്താ സൂപ്പർ കളി. മിച്ചലിന് എന്ത് കേട്ടും മിച്ചൽ മാർഷിനെ അപ്പൊ മറ്റേ ചങ്ങനെ ക്ലിക്ക് ആയല്ലോ. അത് വേണ്ട, അതും അങ്ങനെ തന്നെ അല്ലേ. ഫോം ആകാത്തല്ലോ മാറ്റി നിർത്തിയാണ്ട് ഫോം ആണ്. 22 വയസ്സുള്ള ചങ്ങായിയാണ്, എന്താ അടി അടിച്ച് മൂപ്പറൊന്നും താങ്ങാൻ കഴിയൂല നിങ്ങൾക്ക്. അത് വേറെ കാര്യം. നിങ്ങൾ പോണെടുത്ത കഥയൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ സ്റ്റെപ്സ് ലാസ്റ്റ് പകരം ഒരാളെ വെറുതെ കൊടുന്നല്ലേ, ഞങ്ങൾ അവന്റെ കളി കണ്ട് ഉസാറായി കൊടുന്നല്ലോ. ആളില്ല, കളി കണ്ടാണ്ട് വാങ്ങിയപ്പോ പകരം കൊടുന്നല്ലേ. ലോകത്ത് എത്രയോ 10,000 കളിക്കാരില്ല. ഓനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓനെ കളി കണ്ടിട്ട് തന്നെയാണ്. അത് വേറെ കാര്യം. ഓപ്ഷനിലൊന്നും എടുക്കാഞ്ഞപ്പോ മൂപ്പർക്ക് അതിപ്പോ അങ്ങനെ അവസരം അങ്ങനെ ആയപ്പോ കിട്ടി, അങ്ങനെ എടുത്തു. അപ്പൊ വേറെ ആരും എടുത്തില്ലല്ലോ. അതിന്റെ വിഷയം ഇതാണ്. മറ്റേ ചക്കട്ട് മോലെ മൂപ്പര് അടിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പേടി കുടുങ്ങി. അപ്പൊ പിന്നെ അത് ഇതൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ വയലാന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും അടിച്ചിട്ടുണ്ട്. പന്ത് അടിച്ചിട്ടുണ്ട്, മക്കൂർക്ക് അടിച്ചിട്ടുണ്ട്, ഷോ അടിച്ചിട്ടുണ്ട്, അതേപോലെ സ്റ്റെപ്സ് അടിച്ചിട്ടുണ്ട്. സ്റ്റെപ്സിന്റെ കളി താങ്ങൂലായിരുന്നു. അത് പോട്ടെ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഞങ്ങളെ ചക്കന്മാർ ഫോമിലായി കഴിഞ്ഞാൽ അതാണ് വിഷയം. നിങ്ങളുടെ ഭാരം അത്ര വലിയ സംഭവമുള്ളൂ. ഞങ്ങൾ ടീം മൊത്തം തന്നെ ഒരു സാറുമില്ല. നിങ്ങൾ അതിന്റെ അടിയിലൊക്കെ കഴിഞ്ഞ കളികൾ ആ ഒന്നാം സ്ഥാനക്കാരെയാണ് ഞങ്ങൾ ഈ തോൽപ്പിച്ചത്. നോക്കണം, അത് 200-ന്റെ അടുത്ത് റൺസ്. റാഷിദ് ഖാന്റെ കാട്ടി അതുകൊണ്ട് ജയിച്ചാണ്. റാഷിദ് ഖാന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നം ഈ സീസണിൽ ആകെ ഉണ്ടായിരുന്നത് റാഷിദ് ഖാന്റെ ബൗളിങ്ങില് ഓൻ അത്ര ക്ലിക്കായില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ കളിയോടുകൂടി ഓൻ ഫോമുക്ക് വന്ന്, കാരണം ഒരു പരിക്ക് പറ്റിയിട്ടേ ഈ IPL മുമ്പ് കുറെ കാലം പുറത്തിരുന്നതാ. അപ്പൊ തിരിച്ചു വന്നു, ഫോമായി തുടങ്ങി. ഇനി കിട്ടൂല ഒരു കളിയോ. കൊല്ലങ്ങളായിട്ട് റാഷിദ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ ഇന്ന് ഫോം ഔട്ട് ആക്കി തരാം. നിങ്ങൾ ഒരു ബാറ്റർക്കും കെച്ചൂല. അത് ചെയ്യുവാണെങ്കിൽ എഴുതിയാണ്ട് വെച്ചോ. ഞങ്ങൾ അവിടെ കുൽദീപ് യാദവ് ഉണ്ട്, അതിന് മറക്കണ്ട. കുൽദീപ് യാദവ് കഴിഞ്ഞ കളിച്ചണ്ടില്ലേ, 3 വിക്കറ്റ് മൂപ്പർ എടുത്ത്. മൂപ്പർ സ്ഥിരതയാർന്ന പ്രകടനം, ആർക്കും തല്ലാൻ കഴിയണില്ല. സീസണിന്റെ തുടക്കം തൊട്ട് ഇതുവരെ നല്ല കളിയാണ്. ആരുമില്ല മൊത്തത്തിൽ. നിങ്ങളെ കുൽദീപ് വരുന്നോട് കൂടി നിങ്ങളെ വിക്കറ്റ് ഒക്കെ വീണ് ആകെ റണ്ണൊക്കെ പോയെന്ന് അങ്ങനെ ആകും. അക്സർ പട്ടേൽ ഉണ്ട്, എപ്പോഴെങ്കിലൊക്കെ കളിച്ചെന്നല്ല. അതല്ല അപ്പൊ നിങ്ങളിപ്പോ അങ്ങനെ വല്ല ബാറ്റ്സ്മാൻമാരൊന്നും ഇല്ല. ടോപ്പ് 5-ലുള്ളതാണ് ഇപ്രാവശ്യത്തെ IPL. ഗില്ലിനെ മാറ്റി നിർത്തിയാൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആരെ നമ്പാൻ പറ്റും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്ത് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞ റാഷിദ് ഖാൻ വരെ അടി തുടങ്ങി. പിന്നെ നമ്മളെ ഇല്ലാത്തോണ്ടല്ലേ ഇപ്പൊ കെയ്ൻ വില്യംസ് ഞങ്ങൾക്ക് ഇറക്കേണ്ട കാര്യമില്ല. വെയ്ഡിനെ ഇറക്കിയിട്ടും കാര്യമില്ല, വില്യംസിനെ ഇറക്കിയിട്ടും കാര്യമില്ല, വെയ്ഡിനെ ഇറക്കിയിട്ടും കാര്യമില്ല. ഒക്കെ ഒരേ മാതിരി തന്നെ ഞങ്ങള്. അതിപ്പോ ഈ ഗില്ല് പോന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്പാൻ മറ്റു പ്ലേയേഴ്സ് ഒന്നും വല്ല അല്ല. അതിനാണ് എന്റെ അവസ്ഥ, സത്യാവസ്ഥ അതാണ്. അത് അംഗീകരിച്ചാൽ മതി. ഞങ്ങൾ എത്രാം സ്ഥാനത്താന്ന് പ്രസക്തി. ഞങ്ങൾ കഴിഞ്ഞ കളി ജയിച്ച് ഫോമിലാണ്. ഇനി ഈ കളിയും ജയിക്കും, അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വരും. അതിനാണ് പ്രസക്തി ഉള്ളവിടെ.